ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് വളരെ ചുരുക്കം കാലഘട്ടങ്ങളിലാണ്. അല്ലെങ്കിൽ 70 അല്ലെങ്കിൽ 80 വയസ്സ് വരെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിക്കും. ആ മനുഷ്യൻ ഈ ഭൂമിയിൽ അഹങ്കരിച്ച് ദുഷ്ടത പ്രവർത്തിച്ച് ദുഷ്ട ജീവിതത്തിലേക്ക് നയിച്ച് ഈ ലോകത്തിൽ അവൻ അസ്തമിച്ചു പോകുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മലാക്കി പ്രവചനം 4:1 പറഞ്ഞത്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു, സകല അഹങ്കാരികളെയും കർത്താവ് ഓടോടുകൂടി പിഴുത് അവനെ അഗ്നി നരകത്തിലിട്ട് കളയും. ആ അഗ്നി നരകത്തിൽ വീഴാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിലെ എല്ലാ അഹങ്കാര സ്വഭാവപ്പെട്ട് ഈ ലോകത്തിന്റെ ലൂസിഫറിന്റെ ഒന്നാമത്തെ സാധനമാണ് അഹങ്കാരം. അവൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അത്ഭുതന്റെ കോളിൽ കൂടുവയ്ക്കും എന്ന് ചിന്തിച്ചപ്പോ തന്നെ കർത്താവ് എന്ത് അവനെ വെട്ടി താഴെയിട്ടു. അഹങ്കരിക്കുന്ന ഏത് മനുഷ്യനെയും കർത്താവ് ഈ ഭൂമിയിൽ താഴ്ത്തിക്കളയും. കാരണം എന്തെന്ന് ചോദിച്ചാൽ അഹങ്കാരം ഒരു മനുഷ്യന് നല്ലതല്ല. അഹങ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും നേടുവാൻ കഴിയത്തില്ല. ഈ അഹങ്കാരം പാപം തന്നെയാണ്. അഹങ്കരിക്കുന്ന ഒരുത്തനും ദൈവത്തെ അറിഞ്ഞിട്ടില്ല. പണത്തിലോ സമ്പത്തിലോ തന്റെ വിദ്യാഭ്യാസത്തിലോ ആരോഗ്യത്തിലോ തന്റെ കുടുംബ മഹിമയിലോ ഒരു വ്യക്തി അഹങ്കരിക്കുകയോ പ്രശംസിക്കുകയോ ചെയ്താൽ അവന് വലിയ നാശം സംഭവിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അഹങ്കാരികളെ ദൈവം ഈ ഭൂമിയിൽ ഓടോടുകൂടി മാറ്റിക്കളയും. അതുകൊണ്ട് ദുഷ്പ്രവർത്തിക്കാതെ പേര് ഈ ഭൂമിയിൽ നിലനിൽക്കുകയില്ല. ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമുക്ക് മനുഷ്യർ അല്പകാലം മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്പകാലം ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന മനുഷ്യനാണ്. നമുക്ക് ഈ ഭൂമിയിൽ നാം വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, നാം പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് ദൈവം നൽകിയ ഒരു ജീവശ്വാസം അവൻ സൗജന്യമായി നൽകിയതാണ്. അതുകൊണ്ട് നമ്മൾ ആരും അഹങ്കരിക്കരുത്. ഈ ലോകത്തിലെ സൗന്ദര്യത്തിനോ വിദ്യാഭ്യാസത്തിനോ ജോലിയിലോ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ താൽക്കാലികമാകുന്ന ഒന്നിലും അഹങ്കരിക്കരുത്. നമ്മൾ പോകുമ്പോൾ ഇവിടെ ഒന്നും കൊണ്ടുപോകത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ അഹങ്കാരം പിശാചിന്റെ ഒരു സാധനമാണ്. അവനെ എന്നേക്കുമായി ദൈവം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തും. ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഞങ്ങൾ ഈ കവലയിൽ പറയുന്നത് ഞങ്ങൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യേശുവിന് മാത്രമേ ഒരു മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി കഴിയുള്ളൂ. ദുഷ്ടതയിൽ നടക്കുന്ന മനുഷ്യനെ, ദുഷ്ടചിന്തയിൽ നടക്കുന്ന മനുഷ്യനെ, ദുഷ്ടത പ്രവർത്തിക്കുന്ന മനുഷ്യനെ തന്റെ ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവരാൻ, മടക്കി വരുത്തുവാൻ കർത്താവായ യേശുവിന്റെ വചനത്തിന് മാത്രമേ കഴിയുള്ളൂ.